സിനിമ കണ്ടപ്പോൾ ഒറിജിനൽ ആണെന്ന് തോന്നിപ്പോയ എന്നാൽ പ്രേക്ഷകരെ ഭംഗിയായി പറ്റിച്ച ആർട്ട് വർക്കുകളെ കുറിച്ചുള്ള വീഡിയോ കഴിഞ്ഞ തവണ ചെയ്തിരുന്നു. അതിന്റെ 4ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സൂക്ഷ്മദർശിനി 2024 പുറത്തിറങ്ങിയ ത്രില്ലർ സിനിമയാണ് സൂക്ഷ്മദർശിനി. ഒരു പ്രത്യേക ലൊക്കേഷനിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. എന്നാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വളരെ എൻഗേജിംഗ് ആക്കിയ പല കാര്യങ്ങളും ഒറിജിനൽ അല്ല. ഓരോന്നായി പറയാം. സിനിമയുടെ തുടക്കത്തിൽ ബേസിലിന്റെ കഥാപാത്രം ഒരു ഉടുമ്പിനെ പിടിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സിനിമ കണ്ട പലരും വിചാരിച്ചിരിക്കുന്നത് അത് CGI ആയിരിക്കുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, അതൊരു ഗംഭീര ആർട്ട് വർക്കായിരുന്നു. കളിമണ്ണിൽ പണിത ഉടുമ്പിനെ പിന്നീട് സിലിക്കൺ കോപ്പിയിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത്. പിന്നീട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ഉടുമ്പ് അനങ്ങുന്നതായി കാണിക്കുകയും ചെയ്തിരുന്നു. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ വീടുകൾ അടുത്തടുത്താകാൻ വേണ്ടി ഒരുപാട് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നസ്രിയ താമസിക്കുന്ന വീടിനെ ബേസിലിന്റെ വീടിനോട് കാണുന്ന രീതിയിൽ ഒരു അടുക്കള സെറ്റിട്ടു. അതിനുശേഷം നസ്രിയ ബേസിലിന്റെ വീട്ടിലോട്ട് പോകുന്നതിനായി ചാടിക്കടക്കുന്ന മതില് സെറ്റിട്ടുണ്ടാക്കിയതാണ്. ഇനി പറമ്പിലെ കറിവേപ്പില മരവും ബേസിലിന്റെ വീട്ടിൽ എല്ലാവരും കള്ളു കുടിക്കുന്ന ചായ്പും പറമ്പിൽ കാണിക്കുന്ന വെട്ടുകല്ല് കൊണ്ടുള്ള പടികളും ബേസിലിന്റെ വീട്ടിലേക്ക് നസ്രിയ കയറി പോകുന്ന ഗ്രില്ലും വീടിന്റെ ഗേറ്റും എല്ലാം ഒറിജിനൽ അല്ല, അതെല്ലാം ആർട്ട് വർക്കാണ്. അതോടൊപ്പം സിനിമയിൽ ബേസിലിന്റെ വീടായി കാണിക്കുന്നത് ഒരു വീടല്ല, പകരം 2 വീടാണ്. വീടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും വേറെ വേറെ വീടുകളിലായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി ഓരോ ക്യാമറ ആംഗിളിനനുസരിച്ചും വീടിന്റെ ഷേപ്പ് ആർട്ട് വർക്ക് ചെയ്ത് മാറ്റിക്കൊണ്ടിരുന്നു. ഉദാഹരണത്തിന് ജനലിനോട് ചേർന്നിരിക്കുന്ന അമ്മച്ചിയെ കാണുന്നതിന് വേണ്ടി അവിടെ ഒരു ജനല് ആർട്ട് വർക്ക് ചെയ്ത് പണിതുണ്ടാക്കുന്നു. അതുമാത്രമല്ല, ബേസിലിന്റെ വീട്ടിലെ പില്ലറും തറയിൽ കാണുന്ന മൊസൈക്ക് സ്റ്റിക്കറുമെല്ലാം ആർട്ട് വർക്കാണ്. അതോടൊപ്പം ഇനി സിനിമയുടെ ക്ലൈമാക്സിൽ കാണിക്കുന്ന ബേസിലിനെ തുടങ്ങാൻ പോകുന്ന ബേക്കറിയായി കാണിക്കുന്നത് വാസ്തവത്തിൽ അവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റാണ്. ഇത്ര ഭംഗിയായി ആർട്ട് വർക്ക് ചെയ്തത് കലാസംവിധായകനായ വിനോദ് രവീന്ദ്രനായിരുന്നു. അദ്ദേഹം ചെയ്ത മറ്റൊരു ഗംഭീര ആർട്ട് വർക്കായിരുന്നു കൊണ്ടൽ സിനിമയിൽ കാണിക്കുന്ന ഒരു ബോട്ട്. സിനിമ കണ്ട പ്രേക്ഷകർ അതൊരു യഥാർത്ഥ ബോട്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഉള്ളൊഴുക്ക് 2024 ക്രിസ്റ്റോ ടോമി സിനിമയാണ് ഉള്ളൊഴുക്ക്. സിനിമയിൽ വീടിനുള്ളിൽ വെള്ളം കയറുന്ന ഒരുപാട് സീനുകളുണ്ട്. ആലപ്പുഴയിലെ പല ഭാഗത്തും വീടുകളിൽ വെള്ളം കയറുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് മഴ വളരെ കുറവായിരുന്നു. അവിടെയാണ് കലാസംവിധായകനായ M ബാവ ഒരു ബ്രില്യന്റ് ആർട്ട് വർക്ക് ചെയ്തത്. അതായത് ആ വീടിന്റെ സമീപത്തുള്ള കനാലിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് വീടിനുള്ളിലേക്കും പുറത്തേക്കും കയറ്റി. പക്ഷേ അങ്ങനെ കയറ്റിയ വെള്ളം ഒരുപാട് നേരം നിൽക്കുന്നതിന് വേണ്ടി അവർ വീടിന് ചുറ്റും 3 ബണ്ടുകൾ കെട്ടി. എന്നാൽ പക്ഷേ അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. കാരണം 1ാമത്തെ ബണ്ടിനോട് ചേർന്ന് ഒരു പുതിയ വീട് പണിതിട്ടുണ്ടായിരുന്നു. 2ാമത്തെ ബണ്ടിനോട് ചേർന്ന് വാഴകൃഷിയും 3ാമത്തെ ബണ്ടിനോട് ചേർന്ന് കൊയ്യാൻ പാകത്തിൽ നിൽക്കുന്ന ഒരു വലിയ നെൽപ്പാടവും ഉണ്ടായിരുന്നു. എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് ഈ ബണ്ടുകളിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടിയിരുന്നെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാവുകയും അതിന് അവർ സമാധാനം പറയുകയും ചെയ്യണമായിരുന്നു. അതോടൊപ്പം ഈ ബണ്ടുകളിലെ വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടാണ് പല സീനുകളിലും വീടിനുള്ളിലെ വെള്ളം കുറയുകയും കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും വലിയ റിസ്ക് ഒരു പ്രശ്നവും കൂടാതെ ആർട്ട് വർക്ക് ചെയ്ത് സെറ്റിട്ട് ഉണ്ടാക്കിയത് കലാസംവിധായകനായ M ബാവയുടെ മിടുക്കുകൊണ്ട് മാത്രമായിരുന്നു. അമരം 1991 ഭരതൻ മമ്മൂട്ടി സിനിമയാണ് അമരം. ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ആരും മറക്കാത്തൊരു സീനാണ് ക്ലൈമാക്സിൽ അശോകൻ പിടിക്കുന്ന കടലിലെ ഒരു വലിയ സ്രാവ്. സിനിമ കണ്ടപ്പോൾ ഭയങ്കര ഒറിജിനാലിറ്റി തോന്നിയെങ്കിലും സ്രാവിന്റെ സീൻ ഒന്നുകിൽ ഏതെങ്കിലും വാട്ടർ സൂവിൽ പോയി ഷൂട്ട് ചെയ്തായിരിക്കാമെന്നും പലരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല സംഭവം. അതൊരു ഗംഭീര ആർട്ട് വർക്കായിരുന്നു. 13 അടി നീളമുള്ള ആ ഒരു വലിയ കൊമ്പൻ സ്രാവിനെ ആർട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തത് സാബു സിറിലാണ്. സാബു സിറിൽ കോളേജിൽ പഠിക്കുമ്പോൾ ചെയ്ത ഒരു വലിയ ക്രാഫ്റ്റ് കണ്ട് ഭരതൻ സാബു സിറിലിനെ വിളിച്ച് 13 അടി നീളമുള്ള ഒരു വലിയ കൊമ്പൻ സ്രാവിനെ ഉണ്ടാക്കാൻ പറയുകയായിരുന്നു. അങ്ങനെയാണ് വളരെ ഒറിജിനാലിറ്റി തോന്നിക്കുന്ന 13 അടി നീളമുള്ള ആ ഒരു കൊമ്പൻ സ്രാവിനെ സാബു സിറിൽ അമരത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തത്. പവിത്രം 1994 മോഹൻലാൽ സിനിമയാണ് പവിത്രം. സിനിമയിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള രംഗമായിരുന്നു ആശുപത്രിയിൽ വെച്ച് തന്റെ അമ്മ പ്രസവത്തോടൊപ്പം മരണപ്പെട്ടു പോയി എന്നറിയുന്ന മോഹൻലാലിന്റെ പ്രകടനങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, അത്രയും ഇമോഷണൽ ആയിട്ടുള്ള രംഗം ഷൂട്ട് ചെയ്തത് യഥാർത്ഥ ആശുപത്രിയിലല്ല. വാസ്തവത്തിൽ അത് തൃപ്പൂണിത്തറയിലെ ഒരു കല്യാണ ഓഡിറ്റോറിയം ഹാളായിരുന്നു. എന്നാൽ ഈ ഹാളിൽ വെച്ച് മുൻപ് ലാലേട്ടന്റെ ചില സിനിമകൾ ഷൂട്ട് ചെയ്തിരുന്നത് കൊണ്ട് ആശുപത്രിക്ക് വേണ്ടി ഈ ലൊക്കേഷൻ വേണ്ട, ഇവിടെ സെറ്റിട്ടാൽ അത് ഈ സീനിനൊട്ടും അനുയോജ്യമായിരിക്കില്ല എന്ന് പറഞ്ഞ് മോഹൻലാൽ സാബു സിറിലിനോട് ആശുപത്രി വേറെ എവിടെയെങ്കിലും പോയി പണിയാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. എന്നാൽ സാബു സിറിൽ ആ കല്യാണ ഓഡിറ്റോറിയം ഹാളിൽ വെച്ച് ഒരു ആശുപത്രി സെറ്റിട്ട് ഉണ്ടാക്കുകയും അവിടെ ഡെറ്റോളും ഫെനോയിലും തളിച്ച് ഒരു ആശുപത്രിയുടെ ഫീൽ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് ലാലേട്ടൻ അവിടെ വന്നപ്പോൾ അതൊരു ആശുപത്രി പോലെ തനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സീൻ അവിടെ ഷൂട്ട് ചെയ്യിപ്പിച്ചത്. എന്താലേ. മാടമ്പി 2008 മോഹൻലാൽ സിനിമയാണ് മാടമ്പി. ആർട്ട് വർക്കിന്റെ വളരെ രസകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ സിനിമയിൽ എന്റെ ശാരിക എന്നൊരു പാട്ടിൽ കാവ്യമാധവൻ ആകാശത്തെ ചന്ദ്രനെ വീടിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന വെള്ളം നിറച്ച ചെരുവത്തിൽ കാണുന്നുണ്ട്. എന്നാൽ അതൊരിക്കലും റിയൽ ലൈഫിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഒരിക്കലും ഇത്ര ക്ലിയർ ആയിട്ട് പാത്രത്തിലെ വെള്ളത്തിൽ ചന്ദ്രന്റെ രൂപം കിട്ടില്ല.
എന്നാൽ പഠിച്ച പണി 18 നോക്കിയിട്ടും ആ ഒരു ഷോട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആർട്ട് ഡയറക്ടറായ ജോസഫ് നെല്ലിക്കൽ ഒരു ഐഡിയ ഉപയോഗിച്ചു. അതായത് ചെരുവത്തിലെ വെള്ളത്തിൽ ചാണകം കലക്കി വെക്കുകയും പിന്നീട് ചാണകവെള്ളം തെളിഞ്ഞ് ചന്ദ്രനെ വളരെ ക്ലിയർ ആയിട്ട് ആ ചെരുവത്തിലെ വെള്ളത്തിൽ കാണാൻ സാധിച്ചു. ശരിക്കും ചന്ദ്രനെ കാണാൻ വേണ്ടി പാത്രത്തിൽ ചാണകവെള്ളം കലക്കി വെക്കുന്ന ഈ ഒരു ഐഡിയ നമ്മുടെ സ്കൂൾ സയൻസ് ബുക്കിൽ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർ അത് ഓർത്തിരിക്കുന്നുണ്ട്? അഴകിയ രാവണൻ 1996 മമ്മൂട്ടി സിനിമയാണ് അഴകിയ രാവണൻ. സിനിമയിലെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ട് വർക്കുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മമ്മൂട്ടിയുടെ ശങ്കർദാസ് എന്ന കഥാപാത്രം താമസിക്കുന്ന ബംഗ്ലാവ് ആലപ്പുഴയിലാണ് ഉള്ളത്. എന്നാൽ വാസ്തവത്തിൽ ആ ഒരു ബംഗ്ലാവ് ഒരു നിലയാണ്. പക്ഷേ സിനിമയിൽ കാണിക്കുമ്പോൾ ആ ബംഗ്ലാവിന് 2 നിലയുണ്ട്. അതിന്റെ കാരണം സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം റിച്ച് ആയതുകൊണ്ട് സിനിമയിൽ കാണിക്കുന്ന ആ ഒരു ബംഗ്ലാവിന് കുറച്ച് വലിപ്പം തോന്നിക്കാൻ വേണ്ടി ഒരു നിലയുള്ള ആ ഒരു ബംഗ്ലാവിന്റെ മുകളിൽ മറ്റൊരു നില അവർ സെറ്റിട്ട് ആർട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അതോടൊപ്പം ബംഗ്ലാവിന്റെ മുൻപിൽ കാണുന്ന ആ വലിയ മഞ്ഞ നിറത്തിലുള്ള റൂഫും അതിനുശേഷം മമ്മൂട്ടി ബോട്ടിൽ വന്ന് ഇറങ്ങി നടന്നു വരുന്ന ചെറിയ കടവും പാലവുമായി കാണിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ട് ആർട്ട് വർക്കിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. എമ്പുരാൻ 2025 മോഹൻലാൽ സിനിമയാണ് എമ്പുരാൻ. സിനിമയിലെ ഒരുപാട് സ്ഥലത്ത് ആർട്ട് വർക്ക് ചെയ്ത് പ്രേക്ഷകരെ ഗംഭീരമായി പറ്റിച്ചിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഇറാഖിലെ യുദ്ധം ചെയ്ത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയ കർക്കോഷ് നഗരം ചെന്നൈയിൽ സെറ്റിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതോടൊപ്പം ഇറാഖിൽ ഉണ്ടാക്കിയെടുത്ത പള്ളിക്കുള്ളിലെ ഇന്റീരിയർ മുഴുവൻ ഫ്ലെക്സ് ആണ്. ആ ഫ്ലെക്സുകൾ കാറ്റത്ത് ആടാതിരിക്കാൻ വേണ്ടി വളരെ വിദഗ്ധമായി അവർ അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി സിനിമയിൽ ഗുജറാത്തിലെ ഒരു വലിയ ബിൽഡിംഗ് കാണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവിടെ അങ്ങനെ ഒരു ബിൽഡിംഗ് ഇല്ല, പകരം അതൊരു പൂന്തോട്ടമായിരുന്നു. ആ പൂന്തോട്ടത്തിലെ 30ഓളം മരങ്ങൾ വേരോടെ പിഴുത് വേറൊരു സ്ഥലത്ത് കൊണ്ട് മാറ്റി വെച്ചിട്ടാണ് അവർ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയത്. അതിനുശേഷം ആ പറിച്ചുകൊണ്ടുപോയ മരങ്ങൾ തിരികെ കൊണ്ടുവന്ന് അവർ ആ പഴയ സ്ഥലത്ത് നടുകയും ചെയ്തിരുന്നു. സിനിമയിൽ മോഹൻലാലിന്റെ അബ്രാം ഖുറേഷി എന്ന കഥാപാത്രം AH-64 എന്ന അറ്റാക്ക് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നുണ്ട്. അത്തരത്തിലൊരു അറ്റാക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് വലിയ ചെലവായതിനാൽ 6 മാസം കൊണ്ട് ആ ഒരു ഹെലികോപ്റ്റർ ആർട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഉണ്ടാക്കുക മാത്രമല്ല, ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ പോലെ അത് അവർ പ്രവർത്തിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇനി ഹെലികോപ്റ്ററിൽ അവർ വന്നിറങ്ങുന്ന ആഫ്രിക്കയായി കാണിക്കുന്ന സ്ഥലം ഇന്ത്യയിലെ ലഡാക്കാണ്. അതോടൊപ്പം സിനിമയിലെ ഒരു ജംഗിൾ ഫൈറ്റിനിടയിൽ ഒരു മരം എൽ ഷേപ്പിൽ നിന്ന് കത്തുന്നുണ്ട്. വാസ്തവത്തിൽ അത് CGI ഒന്നുമല്ല, പകരം യഥാർത്ഥ കാടിനുള്ളിൽ ഒരു മരം ഉണ്ടാക്കി അതിന് തീയിട്ട് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. എമ്പുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫറിൽ പ്രേക്ഷകരെ കൺഫ്യൂഷൻ ആക്കിയ ഒരു വലിയ ആർട്ട് വർക്ക് ഉണ്ട്. മരണപ്പെട്ട PKRനെ കാണാനായി സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നത് തിരുവനന്തപുരത്തെ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിന് പുറത്തുള്ള വഴിയിലാണ്. എന്നാൽ അകത്തേക്ക് കയറുമ്പോൾ അത് തിരുവനന്തപുരമല്ല, പകരം എറണാകുളത്തെ ഒരു സ്ഥലമാണ്. അടുത്തടുത്ത 2 ഷോട്ടുകൾ 2 ജില്ലകളിൽ. എന്താലേ. വർഷങ്ങൾക്ക് ശേഷം 2024 വിനീത് ശ്രീനിവാസൻ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. സിനിമയിലെ പഴയ ചെന്നൈയായ കോടമ്പക്കത്തെ സ്ട്രീറ്റും അവിടുത്തെ സ്വാമീസ് ലോഡ്ജുമെല്ലാം തമിഴ്നാട്ടിലാണെന്ന് പലരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയല്ല. പകരം അതൊക്കെ എറണാകുളത്തെ അരൂരിലെ ഒരു പഴയ ഗോഡൌൺ ഏരിയയിൽ സെറ്റിട്ട് ആർട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. കോടമ്പക്കത്തെ സ്വാമീസ് ലോഡ്ജ് 90% സെറ്റാണെങ്കിലും ആ ലോഡ്ജിനുള്ളിലെ മുറികളായി കാണിച്ചത് തമിഴ്നാട്ടിലെ ലോഡ്ജിലെ യഥാർത്ഥ മുറികളായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടി കേരളത്തിലും തമിഴ്നാട്ടിലും സെറ്റിട്ട് ആർട്ട് വർക്ക് ചെയ്ത് മാറി മാറി അവർ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ശ്രദ്ധ 2000 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയാണ് ശ്രദ്ധ. സിനിമയിലെ ഒരു ഭാഗത്തായി അട്ടപ്പാടിയിലെ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു പാട്ടിലൂടെ അട്ടപ്പാടിയും ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയും അവരുടെ നൃത്തവും മറ്റു കാര്യങ്ങളും ഭംഗിയായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അട്ടപ്പാടിയാണെന്ന് പറഞ്ഞ് സിനിമയിൽ കാണിക്കുന്നത് അട്ടപ്പാടിയല്ല, പകരം കോഴിക്കോടുള്ള പെരുവണ്ണാമൂഴി എന്ന സ്ഥലമാണ്. വളരെ കുറച്ചു നേരമുള്ളെങ്കിൽ പോലും ആർട്ട് വർക്കിലൂടെ സിനിമ കണ്ട പ്രേക്ഷകരെ ഭംഗിയായി പറ്റിക്കാൻ അവർക്ക് സാധിച്ചു. ആമേൻ 2013 LJP സിനിമയാണ് ആമേൻ. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു പൊളിഞ്ഞു വീഴാറായ വലിയ പഴയ പള്ളി. സിനിമ കണ്ട കുറച്ചു പേരെങ്കിലും ഇപ്പോഴും ആ ഒരു പള്ളി ഒറിജിനൽ ആണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അത് ആലപ്പുഴയിൽ സെറ്റിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. 2013 കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ആർട്ട് വർക്കുകളിൽ ഒന്നായിരുന്നു ആ ഒരു വലിയ പള്ളി. 70 ആളുകൾ 22 ദിവസം കൊണ്ട് പണിയെടുത്ത് ഉണ്ടാക്കിയെടുത്തതായിരുന്നു ആ ഒരു വലിയ പള്ളി. ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ ആണെന്ന് തോന്നിയ പള്ളി പിന്നീട് ഷൂട്ടിങ്ങിന് ശേഷം വേഗം പൊളിച്ചു മാറ്റുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ വിശ്വാസം കൊണ്ട് ആ പള്ളി ആളുകൾ ഏറ്റെടുക്കാനും സാധ്യതയുണ്ടായിരുന്നുവെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.